നമസ്കാരം. ജൂൺ മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഏവരും. എന്നാൽ ജൂൺ മാസവുമായി ബന്ധപ്പെട്ട് ജ്യോതിഷപരമായി പരിശോധിക്കുമ്പോൾ ചില നക്ഷത്രക്കാർക്ക് വളരെയധികം സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും വന്ന് ചേരുന്നതായ സമയമാകുന്നു. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്തുക, ഈ മാസം ഏറ്റവും അനുകൂലമായി തീരുക എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാർക്ക് ഈ മാസം ചില അത്ഭുതകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നതാകുന്നു. ആ നക്ഷത്രക്കാരെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത്. വിശേഷാൽ മാസാദ്യ പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാകുന്നു. അശ്വതി നക്ഷത്രക്കാർക്ക് ജൂൺ മാസത്തിൽ ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കും. അതിൽ പ്രധാനപ്പെട്ടതായ ഒരു കാര്യം, വ്യാഴ ശുക്രന്മാർ 2ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ കാവ്യാത്മകമായും ഔചിത്യത്തോടെയും സംസാരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം ഏതൊരു കാര്യത്തിലും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഏതൊരു കാര്യത്തെക്കുറിച്ചും വ്യക്തമായി ചിന്തിക്കുവാനും ശരിയായ രീതിയിലുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനും സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ഈ സമയം പ്രധാനമായും മാസാദ്യത്തിൽ തന്നെ ചൊവ്വ അശ്വതി നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ കൊണ്ടുവരും. പ്രധാനമായും ആത്മശക്തി വർദ്ധിക്കുന്നതിന് അത് സഹായകരമായി തീരും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. എന്നാൽ ഈ സമയം വൈകാരികമായ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനുള്ള സാധ്യതകളുണ്ട്. അത്തരം കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. അധികാരമുള്ള സ്ഥാനലബ്ധി ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. ആത്മീയപരമായ കാര്യങ്ങളിലും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. എന്നാൽ ആരോഗ്യപരമായ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടത് അനിവാര്യമാകുന്നു. അധിക ചെലവിൻ്റെ കാര്യത്തിലും ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക. ഈ കാര്യങ്ങൾ പ്രത്യേകം ഏവരും ഓർത്തിരിക്കേണ്ടതാകുന്നു. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഭരണി നക്ഷത്രമാകുന്നു. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജൂൺ മാസത്തിൽ അനുകൂലമായ ചില കാര്യങ്ങൾ, പ്രത്യേകിച്ചും അവസരങ്ങൾ വന്നു ചേരും. മറ്റുള്ളവർക്ക് മതിപ്പുണ്ടാകും വിധം പ്രവർത്തിക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം സ്വയം നവീകരിക്കുവാനും അനുകൂലമായ മാറ്റങ്ങൾ, പുതിയ അറിവുകൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാനും മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും സഹായകരമായി തീരും. ഈ സമയം തീർച്ചയായും ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. കൂടാതെ വിദേശവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയമാകുന്നു. ആദായം ഈ സമയം വർദ്ധിക്കുന്നതായ സമയമാണ്. ധനപരമായ നേട്ടങ്ങൾ, കുടുംബവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുക, നിങ്ങളുടെ സ്വാധീന ശക്തി, അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ കാര്യങ്ങൾ വന്ന് ഭവിക്കുന്നതിനും സഹായകരമാകുന്നു. കൂടാതെ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് പ്രശംസ നേടിയെടുക്കുവാനും അനുകൂലമായ കാര്യങ്ങൾ, പ്രധാനമായും ദാമ്പത്യ രംഗത്ത് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുവാനും തർക്കങ്ങൾ ഒഴിവാക്കുവാനും സാധ്യത കൂടുതലാകുന്നു. ഈ സമയം ധനപരമായും അതേപോലെ മാനസികപരമായും ചില കാര്യങ്ങൾ അനുകൂലമായി മാറുന്ന സമയമാണ് എന്നുകൂടി ഓർക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പുണർദം നക്ഷത്രമാകുന്നു. നക്ഷത്രനാഥനായ വ്യാഴത്തിന് മാസാരംഭത്തിൽ തന്നെ മൗഢ്യം തീരുകയാണ് എന്ന കാര്യം ഓർക്കുക. അതിനാൽ തന്നെ നിങ്ങൾക്ക് ദിശാബോധത്തോടെ പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. അംഗീകാരങ്ങൾ നിങ്ങളെ തേടിയെത്തും. കൂടാതെ ഈ സമയം നിങ്ങൾ ചെയ്യുന്നതായ പ്രവർത്തനങ്ങളിൽ പെട്ടെന്ന് ഉയർച്ച നേടുവാനും സാധിക്കും. കലാകാരന്മാർക്കും അനുകൂലമാണ് സമയം. ഉദ്യോഗസ്ഥർക്കും അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഈ സമയം ജോലി തേടുന്നവരാണ് എങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. ജോലി ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. നിങ്ങൾ ചെയ്യുന്നതായ പ്രവർത്തികളുമായി ബന്ധപ്പെട്ട് പ്രശംസകൾ നേടിയെടുക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. ഈ സമയം പ്രത്യേകിച്ചും വാഹനങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ
വാങ്ങിയെടുക്കുവാനുള്ള അല്ലെങ്കിൽ വാങ്ങുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. അനുകൂലമായ രീതിയിൽ ധനപരമായ നേട്ടങ്ങൾ കൈകളിലേക്ക് വന്ന് ചേരുന്നതായ സമയമാണ്. എന്നാൽ ചെലവിൻ്റെ കാര്യത്തിലും ആരോഗ്യപരമായ കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാകുന്നു. ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ് സമയം എന്ന കാര്യം ഓർക്കുക. ധനപരമായും തൊഴിൽപരമായും ദാമ്പത്യ രംഗത്തും അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാകുന്നു. അതിനാൽ ജൂൺ മാസം ശരിയായ രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂയം നക്ഷത്രമാകുന്നു. പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും ഈ സമയം അനുകൂലമായ ചില കാര്യങ്ങൾ സംഭവിക്കാം. പ്രധാനമായും പല കാര്യങ്ങളും തടസ്സങ്ങൾ എന്നിവ പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഏതൊരു കാര്യത്തിലും പ്രശംസ നേടിയെടുക്കുവാൻ സാധിക്കും വിധം പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ പ്രയോജനപ്പെടുത്തുവാൻ ഏതൊരു കാര്യവും ജീവിതത്തിൽ ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുന്നതായ സമയമാണ് ഇത്. കഴിവുകൾ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കും. ഈ സമയം ജോലിയുമായി ബന്ധപ്പെട്ട നിയമനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. മത്സരങ്ങളുമായി ബന്ധപ്പെട്ട് വിജയങ്ങൾ കരസ്ഥമാക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. പ്രമോഷൻ തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ആദായം വർദ്ധിക്കുകയും നിങ്ങളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ശോഭിക്കുവാൻ സാധിക്കുന്നതായ സമയമാണ് എന്ന് തന്നെ പറയാം. പ്രണയികൾക്കും അനുകൂലമാണ് സമയം. വിദേശത്തേക്ക് പോകുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം പാരിതോഷികങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വിധം വരവും ചെലവും അല്പം ഉയരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. വരവ് വർദ്ധിക്കുവാനുള്ള സാധ്യതകളും കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. പല യാത്രകളും നിങ്ങൾക്ക് വേണ്ടിവരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അത്തരം യാത്രകൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോവുക. കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും. എന്നാൽ എടുത്തുചാട്ടവും ക്ഷോഭവും ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യവും ഈ സമയം ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ആയില്യം നക്ഷത്രമാകുന്നു. ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പല പ്രാവശ്യം ചില കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിച്ചിട്ടും അത് ലക്ഷ്യം കണ്ടിട്ടില്ല എന്നതാണ് വാസ്തവം. എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. രാഷ്ട്രീയപരമായി പല രീതിയിലുള്ള വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയം എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ആശിച്ച ദിക്കിലേക്കുള്ള സ്ഥലം മാറ്റം ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് സംതൃപ്തി വന്ന് ചേരുന്നതായ സമയമാകുന്നു. കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും സൗഖ്യവും വന്ന് ചേരുവാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. ബന്ധുക്കളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന പിണക്കങ്ങൾ ഒഴിവാക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. മക്കളുമായി ബന്ധപ്പെട്ട വിവാഹ കാര്യങ്ങളിൽ തീരുമാനത്തിലെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കുക. കലാ സാഹിത്യ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമാണ് സമയം. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ കടബാധ്യതകളുമായി ബന്ധപ്പെട്ടും ചില അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. എന്നാൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഈ സമയം ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതൽ ഉള്ളതിനാൽ തന്നെ ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. മറ്റൊരു നക്ഷത്രം മകം നക്ഷത്രമാകുന്നു. മകം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ സ്ഥാനത്ത് ആദിത്യനും 10, 11 ഭാവങ്ങളിലായി ബുധ ശുക്രന്മാരും സഞ്ചരിക്കുകയാൽ ഗുണകരമായ മാറ്റങ്ങൾ, ഗുണകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാകുന്നു. കർമ്മരംഗത്ത് വളരെയധികം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. ലോൺ തുടങ്ങിയ കാര്യങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ അനുകൂലമായ കാര്യങ്ങളും വന്ന് ഭവിക്കും എന്ന കാര്യം ഓർക്കുക. കൂടാതെ വ്യവഹാരങ്ങളുണ്ട്, തർക്കങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. നാട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം പല കാര്യങ്ങളും നിങ്ങൾക്ക് വാങ്ങുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. പ്രധാനമായും വീട്, വസ്തു അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതായ മറ്റ് കാര്യങ്ങൾ
വാങ്ങുവാനുള്ള സാധ്യതകൾ, അത്തരം ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരാം. കൂടാതെ ഈ സമയം കുടുംബത്തിലെ വയോജനങ്ങളുമായി ബന്ധപ്പെട്ട് അല്പം ശ്രദ്ധ പുലർത്തണം. നിങ്ങളുടെ ആരോഗ്യ കാര്യത്തിലും ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. തീർച്ചയായും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുക തന്നെ ചെയ്യും. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഉത്രം നക്ഷത്രമാകുന്നു. ഉത്ര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം നിങ്ങൾക്ക് മുന്നേറുവാനുള്ള അവസരങ്ങൾ സിദ്ധിക്കും എന്ന കാര്യം ഓർക്കുക. സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. പിതൃക്കളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചില അനുകൂലമായ കാര്യങ്ങൾ, അനുഗ്രഹങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. കൂടാതെ ഈ സമയം സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം വിദേശവുമായി ബന്ധപ്പെട്ട് പഠനം, തൊഴിൽ തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമായി തീരാം. ഈ സമയം നിങ്ങൾക്ക് ഏത് സാഹചര്യമാണ് എങ്കിലും അത് തങ്ങൾക്ക് അനുകൂലമാക്കുവാൻ സാധിക്കും. പിതൃസ്വത്തിന്മേൽ ഉള്ള തർക്കങ്ങളുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള തർക്കങ്ങൾ, വ്യവഹാരങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. വിദേശത്ത് പഠനം, തൊഴിൽ തുടങ്ങിയ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അതിനുള്ള അവസരങ്ങൾ സംജാതമാകും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം തീർച്ചയായും കൂട്ടുകെട്ടുകളുടെ കാര്യത്തിൽ അല്പം ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാകുന്നു. അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ഈ സമയം ദാമ്പത്യ രംഗത്ത് വളരെ മികച്ചതായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം ഇഷ്ടദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാനുള്ള അവസരവും മഹാക്ഷേത്രങ്ങളിൽ ദർശനം നടത്താനുള്ള അവസരങ്ങളും വന്നു ചേരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് അത്തം നക്ഷത്രമാകുന്നു. അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യവേഴത്തിന്റെ പ്രവർത്തനത്താൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുള്ളതായ തടസ്സങ്ങൾ, കലഹങ്ങൾ, കാര്യവിഘ്നങ്ങൾ എന്നിവ അകന്ന് പോവുക തന്നെ ചെയ്യും. ഈ സമയം നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ടും തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടും സമാധാനപൂർണമായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാനോ അത്തരത്തിലുള്ള കാര്യങ്ങൾ വന്ന് ചേരുകയോ ചെയ്യാം. ഈ സമയം തീർച്ചയായും പ്രയത്നിച്ച് പരാജയപ്പെട്ടതായ കാര്യങ്ങളുണ്ട് എങ്കിൽ അത് നടക്കുവാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ നിങ്ങൾ സ്നേഹിക്കുന്നവർ അഥവാ നിങ്ങൾ ബഹുമാനിക്കുന്നവരിൽ നിന്നും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ഋണബാധ്യതകളുണ്ട് എങ്കിൽ അഥവാ കടബാധ്യതകളുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള ഒരു പോംവഴി നിങ്ങൾക്ക് മുൻപിൽ തെളിയും എന്ന കാര്യവും ഓർക്കുക. പാരിതോഷികങ്ങൾ, സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. കച്ചവടവുമായി ബന്ധപ്പെട്ട് ആദായം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. ഈ സമയം തീർച്ചയായും നിങ്ങൾ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരുക തന്നെ ചെയ്യും. മറ്റൊരു നക്ഷത്രം വിശാഖം നക്ഷത്രമാകുന്നു. വിശാഖം നക്ഷത്രക്കാർക്ക് ഈ സമയം പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും പഠനത്തിൽ മുഴുകുവാനും സാധ്യത കൂടുതലാകുന്നു. പുതിയ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാവുകയും അത് നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുകയും ചെയ്യാം. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ, ക്രയവിക്രയങ്ങളിൽ ഏർപ്പെടാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. പ്രതീക്ഷിച്ചതിൽ നിന്നും അധികം ലാഭം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് വന്നു ചേരാം. സർക്കാരുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള അനുകൂലമായ ചില കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. ഉദ്യോഗസ്ഥർക്ക് വളരെയധികം അനുകൂലമായ ഫലങ്ങൾ, ആത്മവിശ്വാസം വർദ്ധിക്കുക, കൂടാതെ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ വിജയം തുണയ്ക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. കൂടാതെ ജോലിക്കായി ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ ആ കാര്യങ്ങൾ വിജയിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് വീട് വിട്ട് നിൽക്കേണ്ടതായ അവസരങ്ങൾ പോലും വന്നു ചേരാം. കലാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാം. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക്
പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ അത് പ്രാവർത്തികമാക്കുന്നതിനാൽ ധനപരവും അതേപോലെ മാനസികപരമായ സന്തോഷങ്ങളും ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ഈ സമയം ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കേണ്ടത് അനിവാര്യമാണ്. മറ്റൊരു നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാകുന്നു. തൃക്കേട്ട നക്ഷത്രക്കാർ ചില കാര്യങ്ങൾ പ്രത്യേകിച്ചും മനസ്സിലാക്കേണ്ടത് അനിവാര്യമാകുന്നു. കാരണം രാശിനാഥനായ ചൊവ്വ സ്വക്ഷേത്ര ബലവാനായി അനുകൂല ഭാവത്തിൽ സഞ്ചരിക്കുന്നതായ സമയമാകുന്നു. അതിനാൽ തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളും അനുകൂലമായി ഭവിക്കാം. ആവശ്യങ്ങൾ അത് നിറവേറ്റപ്പെടാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ശത്രുക്കൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ അവരെ ഫലപ്രദമായി തന്നെ പ്രതിരോധിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആശയക്കുഴപ്പങ്ങൾ കുറയ്ക്കുവാനും കർമ്മഗുണം വർദ്ധിപ്പിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും എന്ന കാര്യവും ഓർക്കുക. കൂടാതെ ഈ സമയം വ്യാഴത്തിൻ്റെ 7-ലെ സ്ഥിതി നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ വിജയവും ഉയർച്ചയും നേടിത്തരും എന്ന കാര്യം ഓർക്കുക. അധ്വാനത്തിന് അനുസരിച്ചുള്ള ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. അവിവാഹിതരായ വ്യക്തികൾക്ക് തീർച്ചയായും ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ അഥവാ കല്യാണം നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം വാക്കാൽ ഉറപ്പിക്കാനുള്ള സാധ്യതകളോ അനുകൂലമായ ബന്ധങ്ങളോ വന്നു ചേരാനുള്ള സാധ്യതകളുമുണ്ട്. സാമ്പത്തികപരമായ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ ഒരുവിധം അത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം മംഗളകർമ്മങ്ങളിൽ പോലും പങ്കെടുക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് മൂലം നക്ഷത്രമാകുന്നു. മൂലം നക്ഷത്രക്കാർക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതായ സമയമാകുന്നു. ഉദ്യോഗസ്ഥർക്കും അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് നേതൃത്വപരമായ പല കാര്യങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുവാൻ അല്ലെങ്കിൽ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുവാൻ സാധിക്കും. മാനസികപരമായ സമ്മർദ്ദങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഉണർവ് ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാണ് എന്ന പ്രത്യേകതയുമുണ്ട്. സാമ്പത്തികപരമായി ഉണ്ടായിരുന്നതായ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം പ്രണയ ജീവിതത്തിൽ അനുകൂലമായ ചില കാര്യങ്ങൾ സംഭവിക്കാവുന്ന സാധ്യത കൂടുതലാകുന്നു. ഗാർഹികപരമായ ക്ലേശങ്ങൾ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നിയന്ത്രിക്കുവാൻ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് വന്നു ചേരുന്ന അപകടങ്ങളെ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ തരണം ചെയ്യുവാൻ മഹാദേവന്റെ കടാക്ഷത്താൽ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. അതിനാൽ പരമശിവനെ ആരാധിച്ച് മുന്നോട്ട് പോകുന്നതും ശിവക്ഷേത്രത്തിൽ ധാരയും പിൻവിളക്കും നടത്തി പ്രാർത്ഥിക്കുന്നതും ശുഭകരമാണ് എന്ന കാര്യം ഓർക്കുക. ഈ സമയം പൊതുവെ നിങ്ങൾക്ക് നോക്കുമ്പോൾ അനുകൂലമാണ്. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്ന് പോലും ധനം വന്നു ചേരുവാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. മനസ്സിന് സന്തോഷം പകരുന്നതായ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുവാൻ സാധ്യത ഈ മാസം കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. മറ്റൊരു നക്ഷത്രം പൂരാടം നക്ഷത്രമാകുന്നു. പൂരാടം നക്ഷത്രക്കാർ മനസ്സിലാക്കേണ്ടത് ജൂൺ മാസം നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന് തന്നെയാകുന്നു. കൃത്യതയോടെ പല കാര്യങ്ങളും ചെയ്ത് തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ നിങ്ങൾക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേർന്നിരിക്കുന്നതായ തിരിച്ചടികൾ ഒഴിവാക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങൾ കൃത്യങ്ങൾ അഥവാ ഔദ്യോഗികമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ പൂർത്തീകരിക്കുവാൻ സാധിക്കാതെ വിഷമിക്കുന്നവരാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾ ശരിയായ രീതിയിൽ തന്നെ പൂർത്തീകരിക്കുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക. കുടുംബകാര്യവുമായി ബന്ധപ്പെട്ട് പങ്കാളിയുമായി ബന്ധപ്പെട്ട് സഹകരണങ്ങൾ വന്ന് ചേരുന്നതാകുന്നു. വസ്തു വ്യവഹാരവുമായി ബന്ധപ്പെട്ട് ധനം വന്നു ചേരുവാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. കടബാധ്യതകൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാനോ അല്ലെങ്കിൽ വന്നു ചേരുന്നതായ ധനപരമായ നേട്ടങ്ങൾ ശരിയായ രീതിയിൽ തന്നെ വിനിയോഗിച്ച് കടബാധ്യതകൾ ഒഴിവാക്കുവാനോ സാധിക്കും. കൂടാതെ ഈ സമയം പല രീതിയിലുള്ള ധനപരമായ നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. ഈ സമയം പ്രത്യേകിച്ചും ദൈവികമായ കാര്യങ്ങൾക്ക് നിങ്ങൾ വളരെയധികം സമയം ചെലവിടാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. മക്കളുടെ വിവാഹ കാര്യവുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാം.
ഈ സമയം ഗാർഹികമായ ഉപകരണങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും വാങ്ങിയെടുക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം പൊതുവെ നോക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ജോലി ലഭിക്കുവാനും വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുവാനും സാധ്യത കൂടുതലാകുന്നു. ധനപരമായ നേട്ടങ്ങളും ബിസിനസ് പരമായ ഉയർച്ചയും വന്നു ചേരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രം തിരുവോണം നക്ഷത്രമാകുന്നു. തിരുവോണ നക്ഷത്രക്കാർ അറിയേണ്ടത് 5-ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായി മാറും എന്ന് തന്നെയാകുന്നു. ഈ സമയം മക്കൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുവാൻ സഹായകരമാണ്. ഈ സമയം പഠനം, തൊഴിൽ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ, അനുകൂലമായ കാര്യങ്ങൾ വന്ന് ചേരാവുന്നതാകുന്നു. കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ, കൂടാതെ ഈ സമയം ഗുണാഭിവൃദ്ധി വന്ന് ചേരുന്നതായ സമയമാണ് എന്ന് തന്നെ പറയാം. നേട്ടങ്ങൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ടും തൊഴിൽ മേഖല, കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ വാങ്ങുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. നയപരമായ തീരുമാനങ്ങൾ എടുക്കുവാൻ നിങ്ങൾ വിജയിക്കും. അത് നിങ്ങൾ നിലനിർത്തേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യവും ഓർക്കുക. ആത്മീയപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കുക. ബന്ധുക്കളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റ് വ്യക്തികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാകുന്നു. ശോഭിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. ഊഹക്കച്ചവടവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയമാകുന്നു. കൂടാതെ ഈ സമയം വിജയങ്ങൾ പല കാര്യങ്ങളിലും നേടിയെടുക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. ഈ സമയം പൊതുവെ ജോലി ലഭിക്കുവാനും വിദ്യാഭ്യാസപരമായും അനുകൂലമാണ് സമയം. ധനപരമായ ചില നേട്ടങ്ങൾ, കടബാധ്യതകൾ കുറച്ച് കൊണ്ടുവരിക തുടങ്ങിയ കാര്യങ്ങൾക്കും സാധ്യത അല്പം കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. മറ്റൊരു നക്ഷത്രം അവിട്ടം നക്ഷത്രമാകുന്നു. അവിട്ടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാകുന്നു. നക്ഷത്രനാഥനായ ചൊവ്വയ്ക്ക് സ്വക്ഷേത്രസ്ഥിതി വരികയാൽ നിങ്ങൾക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുവാനും ഭാഗ്യം തുണയ്ക്കുവാനും സാധ്യത കൂടുതലാകുന്നു. നിങ്ങളുമായി ബന്ധപ്പെട്ട ആലസ്യം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം പല പരീക്ഷണങ്ങളിലും വിജയങ്ങൾ നേടുവാൻ സാധിക്കും. മുൻപ് പരീക്ഷിച്ച പല രീതിയിലുള്ള ലക്ഷ്യത്തിലേക്കും നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്നതായ സമയം വന്നു ചേരും. തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് സാങ്കേതികപരമായ കാര്യങ്ങളിൽ, അത്തരം വിദ്യകളിൽ നിങ്ങൾക്ക് അനുകൂലമായ ചില കാര്യങ്ങൾ ചെയ്യുവാനും പ്രവർത്തിക്കുവാനും സാധിക്കും. കൂടാതെ ഈ സമയം ചില കാര്യങ്ങൾ, പ്രധാനമായും കൈവായ്പകൾ തിരികെ ലഭിക്കുക, ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുക. പ്രതീക്ഷിക്കാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധനപരമായ നേട്ടങ്ങൾ, ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്ന് പോലും വന്നു ചേരാം. എന്നാൽ ഈ സമയം പ്രത്യേകിച്ചും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആരോഗ്യപരമായി വളരെയധികം ശ്രദ്ധ പുലർത്തുക. കൂടാതെ ഈ സമയം ചെലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. ക്ഷോഭം നിങ്ങളെ ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരുന്നതിന് കാരണമായി തീരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം ദോഷങ്ങൾ വന്നു ചേരുന്നതിന് കാരണമായി തീരും എന്ന് മനസ്സിലാക്കുക. തീർച്ചയായും ഈ സമയം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്നിരുന്നാൽ പോലും പൊതുവെ ധനപരമായും മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് രേവതി നക്ഷത്രമാകുന്നു. രേവതി നക്ഷത്രക്കാർ ജൂൺ മാസത്തിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാകുന്നു. കാരണം ജന്മരാശിയിൽ ജന്മനക്ഷത്രത്തിൽ നിന്നും ചൊവ്വ മാറുന്നത് രേവതി നക്ഷത്രക്കാർക്ക് ആശ്വാസകരമായ കാര്യമാകുന്നു. അതിനാൽ തന്നെ പല രീതിയിലുള്ള ടെൻഷനുകൾ, മാനസികപരമായ സംഘർഷങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. എന്നാൽ ചൊവ്വ വാക്സ്ഥാനത്ത് സഞ്ചരിക്കുന്നതിനാൽ പരുഷമായ വാക്കുകൾ പറയുവാൻ കാരണമായി തീരും. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ക്ഷോഭം നിയന്ത്രിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു.
കൂടാതെ ഈ സമയം ഉത്തരവാദിത്തമുള്ള ചുമതലകൾ ഏറ്റെടുക്കുവാനും ഭംഗിയായി അത് പൂർത്തീകരിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട്, കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടും സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. കൂടാതെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ യാത്രകൾക്കും സാധ്യത കൂടുതലാകുന്നു. ഈ സമയം കൈവായ്പകൾ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള കടബാധ്യതകൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാനോ കുറച്ചു കൊണ്ടുവരാനോ സാധിക്കും എന്ന കാര്യം ഓർക്കുക. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നതായ ദോഷകരമായ ഫലങ്ങളെ ഒഴിവാക്കുവാനും മനസ്സിൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ തരണം ചെയ്യുവാനും സാധിക്കും. കൂടാതെ ഈ സമയം ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. തീർച്ചയായും ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാകുന്നു. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരുവാനും കൂടാതെ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കാനും സാധ്യത കൂടുതലുള്ള ഒരു മാസമാണ് എന്ന് തന്നെ പറയാം. തീർച്ചയായും ഇവർ ഇഷ്ടദേവതയെയും മഹാവിഷ്ണു ഭഗവാനെയും ലക്ഷ്മി ദേവിയെയും ആരാധിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്.